നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു, 15 പേർക്ക് പരിക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു, 15 പേർക്ക് പരിക്ക്. മുണ്ടക്കയം കോരുത്തോട് റൂട്ടിൽ കോസറിക്ക് സമീപം ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട് ഈറോഡ് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട വാഹനം മറിയുകയായിരുന്നു. കെ സുധാകരൻ KPCC അധ്യക്ഷനായി തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC ഭാരവാഹികളും DCC അധ്യക്ഷന്മാരിലും വലിയ അഴിച്ചുപണിയുണ്ടാകും. യുവ നേതാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം. KS ശബരിനാഥൻ തിരുവനന്തപുരം DCC പ്രസിഡന്റാകാൻ സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റുമെന്നുള്ള വാർത്തകൾ ഏറെ സജീവമായിരുന്നു. അതിനിടയിലാണ് നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു മാറ്റമില്ലെന്ന സൂചനകൾ പുറത്തുവന്നത്. സാമുദായിക സമവാക്യം, നേതൃഗുണം, കേരളത്തിലെ അനുകൂല സാഹചര്യം, ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, KC വേണുഗോപാലുമായുള്ള അടുത്ത ബന്ധം എന്നിവ സുധാകരന് അനുകൂലമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒരേ സ്ഥലത്ത് മണിക്കൂറുകൾ വ്യത്യാസത്തിൽ 2 അപകടം, 2 പേർക്ക് ദാരുണാന്ത്യം. പാലക്കാട് 2 ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലാണ് അപകടമുണ്ടായത്. കൊഴിഞ്ഞമ്പാറ നാട്ടുകളിൽ നടന്ന അപകടങ്ങളിൽ കാൽനടയാത്രക്കാരനും വീട്ടമ്മയും മരിക്കുകയായിരുന്നു. പിക്കപ്പ് വന്നിടിച്ച കാൽനടയാത്രക്കാരനായ നല്ലേപ്പള്ളി സ്വദേശി രാജേന്ദ്രനും കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരിയായ ഗോവിന്ദാപുരം സ്വദേശി സുമതിയും മരിച്ചു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. മകളുടെ വിവാഹോരുക്കങ്ങൾക്കിടെ പിതാവ് വീടിന് മുന്നിൽ കാറിടിച്ചു മരിച്ചു. പാവന്നൂർ മൊട്ടയിലെ പുതിയ വീട്ടിൽ PV വത്സനാശാരിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. മയ്യലിൽ നിന്ന് ഇരിക്കൂറിലേക്ക് പോവുകയായിരുന്ന കാറിടിച്ചാണ് അപകടം. മകൾ ശിഖയുടെ വിവാഹം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്നു. വിവാഹ ഒരുക്കങ്ങൾക്കായി വീട്ടിലിറക്കിയ സാധനങ്ങൾ നീക്കാൻ അയൽവീട്ടിൽ നിന്ന് ഉന്തുവണ്ടിയെടുത്ത് തിരികെ വരുമ്പോഴാണ് അപകടം. റോഡിന് നടുവിൽ വാഹനം നിർത്തി അഭ്യാസ പ്രകടനം. മാറ്റാൻ പറഞ്ഞപ്പോൾ പോലീസുകാരന് നേരെ ആക്രമണം. 7 പേർ പിടിയിൽ. തൃപ്പൂണിത്തുറ പനങ്ങാട് പോലീസിന് നേരെ അതിക്രമം. മദ്യലഹരിയിലായിരുന്ന സംഘം പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. മദ്യപിച്ച വാഹനത്തിന് മുകളിൽ കയറിയുള്ള അഭ്യാസ പ്രകടനം ചോദ്യം ചെയ്തതാണ് പ്രകോപനം. 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശികളാണ് പ്രതികൾ. പുലർച്ചെ 1:45 കുമ്പളം പാലത്തിന് സമീപം റോഡിന് നടുവിൽ വാഹനം നിർത്തിയായിരുന്നു അഭ്യാസ പ്രകടനം. അതുവഴി വന്ന പെട്രോളിംഗ് സംഘം ഇവരോട് മാറാൻ പറഞ്ഞപ്പോൾ അസഭ്യം പറഞ്ഞു. തുടർന്ന് ഷർട്ടിന് കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു.